Hello, welcome to my YouTube channel. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് വീഡിയോ ആയാലോ. ഈ പുഡിംഗിന്റെ പേര് ബനോഫി പുഡിംഗ്. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു പുഡിംഗ് ആണിത്. അത് മാത്രമല്ല ഇതൊരു എഗ്ലെസ് പുഡിംഗ് ആണ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു പുഡിംഗ് ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ബനോഫി പുഡിംഗ് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനായിട്ടൊരു അലൂമിനിയത്തിന്റെ പാത്രം എടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് ഒക്കെ കത്തിച്ചു. എന്നിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ ഈ 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മെൽറ്റായിട്ട് വരണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം ഇത് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അരികത്തുനിന്നും നടുക്കുന്നും ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. പതുക്കെ മെൽറ്റായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചാനൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മെൽറ്റായി ഏകദേശം. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി മാറണം. നമ്മുടെ ഈ ബനോഫി പുഡിംഗ് തയ്യാറാക്കാനായിട്ട് എന്നെ സഹായിക്കുന്നത് എൻ്റെ മമ്മിയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നത് ഞാനും. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഒരു പുഡിംഗ് വീഡിയോ ആണ്. ഓക്കെ, ഇത് പതുക്കെ ഗോൾഡൻ ബ്രൗൺ കളറായി മാറുന്നതായി നമുക്ക് കാണാം. ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ മാറ്റിവെച്ച പാൽപ്പാട ആയാലും മതി കേട്ടോ. അല്ലെങ്കിൽ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുക. ഫ്രഷ് ക്രീം യൂസ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ കട്ടിയായി പോകും. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിവെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് ആണ്. നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് ആരോ റൂട്ടിന്റെ ബിസ്ക്കറ്റ് ആണ്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ഇതുപോലെ ബിസ്ക്കറ്റ് പൗഡർ ഒന്ന് കട്ടയായി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഒരു പുഡിംഗ് ട്രേ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ബിസ്ക്കറ്റിന്റെ പൊടി, നെയ്യ് ചേർത്ത ബിസ്ക്കറ്റിന്റെ പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ബനോഫി പുഡിങ്ങിന്റെ ഒരു ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി നമുക്ക് ആവശ്യം 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ആണ്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇലക്ട്രിക്കൽ ബീറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചോ നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ഒരു ബേസിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ബീറ്റ് ചെയ്യുമ്പോൾ അധികം തിക്കായി പോകണ്ട. ഇത്രയും ലൂസ് കൺസിസ്റ്റൻസിയിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. വേറെ ഏത് ബ്രാൻഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് ഈ വിപ്പിംഗ് ക്രീം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന്റെ സെക്കൻഡ് ലെയറും റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ പൊക്കത്ത് കുറച്ച് ചോക്ലേറ്റ് ക്രംസ് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ചോക്ലേറ്റ്, ഡയറി മിൽക്കോ മിൽക്കി ബാറോ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ളത് ഒരു ഏത്തപ്പഴമാണ്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് അടുത്ത ലെയറായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നട്ട്സും അതുപോലെ കിസ്മിസും ആണ്. ഇത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതില്ലാന്നുണ്ടെങ്കിലും നമ്മുടെ പുഡിങ് വളരെ ടേസ്റ്റിയർ ആയിരിക്കും. അടുത്ത ലെയറായി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയ കാരമൽ സോസ് ആണ്. കാരമൽ സോസ് കുറച്ച് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്ത് അതൊന്ന് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ബിസ്ക്കറ്റ് പൊടി അടുത്ത ലെയറായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്.
മുഴുവനായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചോക്ലേറ്റ് ക്രംസ് ഒന്നുകൂടെ ഇതിന്റെ പൊക്കത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഏത് ചോക്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിന്റെ പൊക്കത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ലെയർ ചോക്ലേറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതില്ലാതെ തന്നെ നമ്മുടെ പുഡിംഗ് നല്ല ടേസ്റ്റിയർ ആയിരിക്കും. എന്നിട്ട് നമ്മുടെ വിപ്പഡ് ക്രീം ഒന്നുകൂടെ ഇതിന്റെ പൊക്കത്ത് ചേർത്ത് കൊടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ച് ആണ്. നമ്മുടെ ബാക്കിയുള്ള ഈ കാരമൽ സോസ് ഒന്ന് ഇതേപോലെ വേവി പാറ്റേണിലൊന്ന് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് ലെയർ ആണ്. അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാരമൽ സോസും ഇതിന്റെ പൊക്കത്തായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ടൂത്ത് പിക്കോ ഒരു സ്റ്റിക്കോ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുറ്റി ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ വിപ്പിംഗ് ക്രീമും കാരമൽ സോസും ചേർന്നുണ്ടാകുന്ന ഈ ഒരു ഡിസൈൻ കാണാൻ വളരെ മനോഹരമായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിംഗ്. ഇനി നമുക്ക് ലെയേഴ്സ് ഒക്കെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ കൂൾ ചെയ്യാൻ വെക്കണം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 1.5-1.25 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മളിവിടെ ഓവർനൈറ്റ് ആണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പൊ നമ്മുടെ ബനോഫി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു പുഡിംഗ് ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സോഫ്റ്റ് ആണ്, അതുപോലെ വളരെ മധുരമല്ല, അത്യാവശ്യത്തിനുള്ള മധുരമൊക്കെ ഉള്ളൂ. നിങ്ങൾക്കിത് വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ചെറിയ മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതേപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള പുഡിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എനിക്കൊരു വാവയുണ്ട് കേട്ടോ, അവർക്ക് ഇതുവരെ ഞാൻ മധുരം അങ്ങനെ കൊടുത്തിട്ടില്ല, പ്രത്യേകിച്ച് ഷുഗർ. എന്നിരുന്നാലും നമ്മുടെ വീട്ടിലുണ്ടാക്കിയതല്ലേ എന്ന് കരുതി കുറച്ച് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വാവക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള പുഡിംഗ് ഇഷ്ടപ്പെടുന്നവർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.